അതെ, ത്രൂഔട്ട് കോമഡിയാണ്. കുറച്ച് ഇമോഷൻ ഒക്കെ ഉണ്ട്. അടിപൊളിയായിട്ട്. അപ്പൊ ബോണിയുടെ ഒരു കാര്യം പറയാന് കാശിലുള്ള കാര്യമായിരിക്കല്ലോ. കുഴപ്പമില്ല, പക്ഷെ എന്തില് തോന്നുന്നില്ല. പക്ഷെ പടം ഗംഭീരമായിട്ടില്ല, നല്ലതാ, കോമഡിയാണ്. കുറെ നാളുകൾക്ക് ഒരു കോമഡി. ആദ്യം അപ്പനെ കൊണ്ടായിരുന്നു, അപ്പൊ അപ്പനൊന്ന് അടങ്ങിയപ്പോ മോൻ കയറി അങ്ങ് പിരിഞ്ഞു. ഒരു ഹൊറർ കോമഡി ഒരു മൂഡിലൊരു പടം. നമ്മൾ ഭൂൽബലയെയും സ്ത്രീയൊക്കെ കണ്ട പോലെ, അരമനയൊക്കെ കണ്ട പോലെ അങ്ങനെ ഒരു ജോണർ ഇഷ്ടമുള്ളവർക്ക് പടം ഇഷ്ടപ്പെടും. പക്ഷേ കോസ്റ്റ് നിൽക്കും. ഐശ്വര്യലക്ഷ്മിയും ഷർഫിക്കൊക്കെ ഭയങ്കര എന്താ പറയുക, വേറെ ഡിഫറെന്റ് ക്യാരക്ടർ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഷർഫുദ്ദീനൊക്കെയാണ് സെൻട്രൽ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. അത്യാവശ്യം ചിരിക്കാനും പിന്നെ ഒരു ഹൊറർ ടച്ച് ഒക്കെ കൊടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ബോണി ഒരു പെങ്കച്ചിനെ പോയി കണ്ടായിരുന്നു. എന്റർടൈനർ ആണ്. ഇതുവരെ കാണാത്തൊരു ഈ ജോണർ ഇതുവരെ മലയാളത്തിൽ വന്നിട്ടില്ല. ഈ ഹൊറർ കോമഡി ആ ജോണർ. ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിച്ച് സോൾവ് ആവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. തുറന്ന് പറയും സ്റ്റെപ്പി, തുറന്ന് പറഞ്ഞ തീരാത്ത എന്ത് പ്രശ്നങ്ങളും ഞാൻ എന്റെ ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ട്. ആക്ച്വലി ഓഡിയൻസിന്റെ കുറച്ച് ഷോസും കൂടെ കഴിഞ്ഞതിന് ശേഷം ആക്ച്വൽ റെസ്പോൺസ് എന്താണെന്ന് അറിയുള്ളൂ. തുടക്കം നമുക്ക് തോക്കുമ്പോൾ ഒരു ആകാശകാരി രീതിയിലൊക്കെ തുടങ്ങും, കോമഡിയിൽ വരും. അമ്മയ്ക്ക് ബോണി ഇഷ്ടമല്ല. മമ്മിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മമ്മി എടുത്ത് സംസാരിച്ച് ശരിയാക്കും. അത് മമ്മിക്കെന്ന് പറയുമ്പോൾ ബോണി ബാക്കി ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഫുൾ ഓൺ എന്റർടൈൻമെന്റ്, ത്രൂ ഔട്ട് ഫൺ ആയിരുന്നു. കോമഡിയും ഹൊററും എല്ലാം കൂടി മിക്സ് ആയിട്ട് ഫാമിലി എന്റർടൈനർ ആണ്. വിശ്വാസായ മട്ടാണ്. അത് അത്ഭുതമാണല്ലോ. ഇനി ഇക്കാര്യത്തിൽ എന്ത് സംഭവിച്ചാലും ഫേസ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ആ ഒരു മമ്മി എന്ന് പറയുന്ന ആ ഒരു വേൾഡിലേക്ക് ഇറങ്ങിയപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള ഒരു കോമഡി ഹൊറർ മിസ്റ്ററി എക്സ്പീരിയൻസ് ആണ് തന്നത്. ഒരു വെറൈറ്റി ആയിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കോമഡിയും എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു ഫിലിമാണ്. ഫാന്റസി കോമഡി ഹൊറർ മൂവി. അത് അവരുടെ അറ്റംപ്റ്റ് കൊള്ളാം, കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇതെന്താ സംഭവം? കൊള്ളാം, അറ്റംപ്റ്റ് കൊള്ളാം. പിന്നെ എല്ലാ കോമഡികളും വർക്ക് ആയിട്ടില്ല. കുറെ കോമഡികളാണെന്ന് കാണിക്കാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുന്നുണ്ടെങ്കിലും ചിലതൊക്കെ നല്ല വർക്കാണ്. എടുത്തു പറയേണ്ടത് ഷറഫുദ്ദീന്റെയും ഐശ്വര്യയുടെയും എല്ലാ കാസ്റ്റിന്റെയും പെർഫോമൻസ്. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ബിന്ദു പണിക്കർ, അജു വർഗീസ് തുടങ്ങി ഇത് ഓൾമോസ്റ്റ് വർക്കാണ്. ചെന്നുവെച്ച് വലിയ പൊട്ടിച്ചിരിക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല, എങ്കിലും നമുക്ക് ജസ്റ്റ് ഒരു വട്ടം കണ്ടിരിക്കാനുള്ള കോമഡീസും കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. ഹലോ മമ്മി.